ഫാർമാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. അസുഖങ്ങളുടെ ആത്മീയ തലം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊല്ലം ആത്മിക റെജുവിനേഷൻ സെന്ററിലെ ഹോമിയോപതിക് ഫിസിഷ്യനും പ്രാണിക് ഹീലിംഗ് ട്രെയിനറുമായ ഡോക്ടർ പ്രീത പ്രഭാകരനാണ്. മാമിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം മാം. നമസ്കാരം. അപ്പൊ നമുക്ക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം ഡോക്ടറിനോട്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് തന്നെ ചോദിക്കാം. മാം, ഇത് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർക്കൊന്നും സുപരിചിതമല്ലാത്തൊരു ടോപ്പിക്കാണ് അസുഖങ്ങളുടെ ആത്മീയ തലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ടോപ്പിക്ക്, എന്താണ്, അതായത് മനസ്സിലാക്കുന്ന തരത്തിൽ? ഓക്കെ, നമ്മള് അസുഖത്തിന്റെ ആത്മീയ തലം, അസുഖങ്ങളെ പറ്റി നമ്മൾ പറയുന്നതിന് മുന്നേ ആദ്യം ആത്മീയത എന്താണെന്ന് നമുക്ക് നോക്കാം. ആത്മീയത എന്ന് വെച്ചാല് ഒരുപാട് പേര് അതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്, നമ്മൾ എത്ര ദിവസം എടുത്താലും നമുക്ക് തീരാത്തൊരു ടോപ്പിക്കാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആത്മീയത എന്താണെന്ന് പറയുവാണെങ്കിൽ, ഓരോ വ്യക്തികളുടെ ഉള്ളിലും വളരെ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട്. ആ സൂപ്പർ പവറിനെ തിരിച്ചറിയുകയും അതിനെ പരിപാലിക്കുകയും ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. വൺസ് നമ്മൾ ആ ഒരു ഹിഡൻ പവർ അല്ലെങ്കിൽ ആ സൂപ്പർ പവറിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിപാലിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ സ്ട്രെസ്സാണ്. എല്ലാവർക്കും സ്ട്രെസ്സാണ് അല്ലേ? പക്ഷെ നമ്മൾ ആ ഒരു വെളിച്ചത്തെ തിരിച്ചറിഞ്ഞ് അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും നമുക്ക് ഉണ്ടാവില്ല. സ്ട്രെസ് മാത്രമല്ല, നമുക്ക് സാധാരണയായിട്ട് കാണുന്ന ഫിയർ, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ഒന്നും തന്നെ നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പവറാണ്, ഒരു എനർജിയാണ്. ഓക്കെ, അത് പെട്ടെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നല്ല. പലരും ഒരുപാട് നാളത്തെ സാധനയിലൂടെയും പല പല മാർഗങ്ങളുണ്ട് അതിലെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് ഹാർഡ് വർക്കിലൂടെയാണ് പലരും അതിലോട്ട് എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, വൺസ് ഈ പറയുന്ന ആ ഒരു എനർജി അതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നമ്മളെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് അസുഖങ്ങൾ കൂടുതലായി കാണുന്നതിന്റെയും ഒരു പ്രധാന കാരണം സ്ട്രെസ് എന്ന് തന്നെ പറയാം. അതെ, സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ്ഫുൾ തോട്ട്സ്. കാര്യം എന്ന് വെച്ചാൽ, ഓരോ ചിന്തകൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അതിന് ഒരു കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. അതുപോലെ നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എനർജി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും ഈ എനർജി തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യവും. കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കൂടുന്നതെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു എനർജി ഫീൽഡ് ഉണ്ട്. അതിൽ നമ്മൾ ബയോ ഇലക്ട്രിക് ഫീൽഡ്, ഓറ എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഈ കൂടുതലായിട്ട് നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കൂടുമ്പോൾ നമ്മുടെ ഈ ഊർജ്ജമണ്ഡലം, അതായത് ഈ ഓറ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബയോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ആ ഊർജ്ജ തലത്തിന്റെ എനർജി കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് അതുവഴി നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കുറയും. അതുവഴി നമുക്ക് പല പല തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഈ ചിന്തകളാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചിന്തകൾ നമുക്ക് അസുഖങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്? അതെ, അപ്പൊ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാല് കൂടുതലും നമ്മുടെ ഉള്ളില് നമുക്കിപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിലെ നല്ലതിനെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ എനർജി കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഞാൻ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ഇപ്പോ ഒരു ടൂറ് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. നമുക്ക് ആ സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസ് എല്ലാം അങ്ങനത്തതായിരിക്കും, തോട്ട്സും അതിനെ പറ്റിയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല അസുഖം, ഇപ്പൊ അലർജി ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ആ സമയത്ത് ആ പ്രോബ്ലംസ് ഒന്നും വരില്ല. ആ സമയത്ത് നമ്മൾ ഹാപ്പിയാണ്, നമ്മളെ ഒന്നും എഫക്ട് ചെയ്യത്തില്ല. അതേസമയം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഒന്ന് പോയി നോക്കിക്കേ,
അപ്പൊ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളെല്ലാം ഉണ്ടാവും. അവിടുന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എത്രത്തോളമാണ് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്തകള് നമ്മുടെ ആരോഗ്യത്തിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ഒരു പരിധി വിട്ട് അസുഖങ്ങളിൽ ഇങ്ങനെ ഇപ്പൊ എനിക്ക് വയ്യാന്ന് നമ്മളൊരു 10 തവണ പറഞ്ഞാൽ തന്നെയും സ്വാഭാവികമായിട്ട് നമുക്ക് വയ്യാണ്ടാവും. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഡയബറ്റീസിന് ഒരു വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് പറഞ്ഞു എന്നിരിക്കട്ടെ. അവരതിനെപ്പറ്റി ഒരു പരിധി വിട്ട് കൂടുതലായിട്ട് എനിക്ക് അസുഖം വരും, എനിക്ക് ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ അസുഖം കൂടാനാണ് സാധ്യത, അതെ, കുറയുമല്ല ചെയ്യുന്നത്. അതേസമയം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്ത് അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു നെവർ മൈൻഡായിട്ട് നിൽക്കുന്നവരുണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഈ നെവർ മൈൻഡായിട്ട് നമ്മൾ നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ കുറെയൊക്കെ നമ്മുടെ എനർജി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന അസുഖങ്ങൾ പോലും ഒരു പരിധി വിട്ട് അങ്ങ് മാറി നിൽക്കും. കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഊർജമണ്ഡലത്തിന് സ്വയം സുഖപ്പെടുത്തുവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് നമുക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ ബോഡിയിലുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ സ്വയം സുഖപ്പെടുത്തുവാനുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളില് കുറച്ച് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്, അതായത് അതിൽ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ സെൽഫ് ക്രിറ്റിസിസം. നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഉള്ളില് നമ്മൾ ഇത് ചെയ്യുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു സെൽഫ് ഡൗട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കുറ്റപ്പെടുത്തി ഞാൻ അങ്ങനെയാണോ എന്നൊക്കെ ഒരു ചിന്ത നമ്മളെ വരും. അപ്പൊ ഈ ഒരു ചിന്ത ശരിക്കും ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ബോഡി വീക്ക് ആക്കും. അതിനനുസരിച്ച് ഈ പറഞ്ഞതുപോലെ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പതിയെ നമുക്ക് വന്നു തുടങ്ങും. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മെനങ്ങാന്ന് ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി ആക്സിഡന്റ് പറ്റിയതാണ്. പുള്ളിക്കാരന്റെ കാൽ മുട്ടിന് താഴേക്ക് ഒടിഞ്ഞു തൂങ്ങി, അതായത് കാൽ വിരൽ പാദം ഉൾപ്പെടെ ഒടിഞ്ഞു തൂങ്ങി. എന്നിട്ട് പോലും പുള്ളിക്കാരൻ കരയോ കാര്യങ്ങളോ ചെയ്തില്ല. നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബോധം ഇല്ലാത്തതുകൊണ്ട് വേദന അറിയില്ല എന്ന് പറയാം. പക്ഷെ ഇത് കാലിന്റെ അറിയാലോ, താഴേക്കായപ്പോ പുള്ളിക്കാരൻ അത്ര ഇതില് ഉന്തി അങ്ങേയറ്റം ഒരു വഴിയുടെ ഒരു സൈഡിൽ പോയി ഇരുന്നതല്ലാണ്ട് പുള്ളിക്കാരൻ കരഞ്ഞിട്ടില്ല. അത്രയ്ക്കും മനോനില ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ഈ മാം പറഞ്ഞ ഒരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കുമല്ലോ. ഈ ഒരു അതായത് ചിന്തകൾ നമ്മളെ എത്രത്തോളം അസുഖം വരാതിരിക്കാനും വന്ന ഒരു അസുഖത്തെ കീഴ്പ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്. അപ്പോ ഈ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, റീലിൽ കണ്ട ആ ഒരു സ്റ്റോറി, അതിനകത്തെന്ന് വെച്ചാല് ഇപ്പോ എത്ര സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. സാധാരണഗതിയിൽ പറയുന്ന വെച്ചാൽ ഈ പറയുന്ന ആക്സിഡൻസ് പോലും നമ്മൾ എനർജറ്റിക്കലി വീക്ക് ആവുമ്പോഴാണ് ആക്സിഡൻസ് പോലും ഉണ്ടാവുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വൺസ് ഒരു ആക്സിഡന്റ് ഉണ്ടായി തന്നെ ഇരിക്കട്ടെ, ഈ ആക്സിഡന്റ് ഉണ്ടായി നമുക്ക് ഭയങ്കരമായിട്ട് ആ സിറ്റുവേഷൻ നമ്മൾ പാനിക് ആവുകയാണ്, നമ്മൾ പേടിക്കുവാണ്, ഫ്യൂച്ചറിനെ പറ്റി നമ്മളിങ്ങനെ ചിന്തിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ഹീലിങ്ങിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പഴുക്കാനുള്ള സാധ്യത കൂടും. ഇപ്പോ ഒടിഞ്ഞു തൂങ്ങി എന്ന് പറഞ്ഞു, അവിടുന്ന് വേണമെങ്കിൽ പ്രശ്നങ്ങൾ മുകളിലോട്ട് വരാം. ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെ പലതും ഈ ഒരു ആക്സിഡന്റിനെ അനുബന്ധിച്ച് നമുക്ക് വരാം. അതേസമയം ഒരു അപകടം പറ്റി നമ്മൾ അവിടെ സ്ട്രോങ് ആയി ഇരിക്കുവാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഹീലിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഹീലിംഗ് ഫാസ്റ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല, നമുക്ക് ശരിക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തടത്ത് നിന്നൊക്കെ നമുക്ക് ഹെൽപ്പ് കിട്ടും. അതെന്തുകൊണ്ടാണ് ഹെൽപ്പ് കിട്ടുന്നതെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സ് എന്താണോ, വി ആർ അട്രാക്ടിങ് ദാറ്റ്. ഇപ്പൊ എന്റെ ജീവിതം ഇവിടെ തകർന്നു, നശിച്ചു എന്ന് പറഞ്ഞ ഒരാൾ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നാശങ്ങളുടെ ഒരു വഴിയായിരിക്കും പിന്നെ വരുന്നത്. നമ്മളിങ്ങനെ ഈ എന്താ പറയാ തടസ്സങ്ങള്, പ്രശ്നങ്ങളെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ട്, അതേസമയം ആ ഒരു പോയിന്റിൽ നമുക്ക് ആ ഒരു വിൽ പവർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു കണ്ടീഷനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. അപ്പോ ഇതെല്ലാം പറഞ്ഞു വരുന്നത് എവറിത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു എനർജി ഫീൽഡ്, അവിടെ വരുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളാണ് ആ എനർജിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഇതിനെ എല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും നമ്മുടെ ഉള്ളില് ആ ഒരു ഹിഡൻ പവറിനെ നമ്മൾ തിരിച്ചറിഞ്ഞു. ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരുപാട് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് അതിലോട്ട് കയറാൻ പറ്റൂ. തീർച്ചയായും.